പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമം ഈ വൈകിയ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ദൈവം ഞങ്ങൾക്കൊരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. സ്തോത്രം. ഒരു പകലൂടെ നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. അത്ഭുതകരമായി ദൈവം നമ്മെ കാക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്ത കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഈ സന്ധ്യാവേളയിൽ നമ്മുടെ കർത്താവിന് നന്ദി അർപ്പിക്കുവാൻ, മഹത്വം കരയറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ നിലയിൽ ലൈവ് മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങളോട് ഒരുമിച്ച് എനിക്കും പങ്കുചേരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം പറയുന്നു. ഇതോടൊപ്പം നടന്നു വരുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, മറ്റ് ആത്മീക ശുശ്രൂഷകൾ എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്ക്, സഹോദരങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ ചൊല്ലുന്നു. ഈ ആത്മീക ശുശ്രൂഷയിൽ ഇങ്ങനെ ഒരവസരം എനിക്കും ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയ നിറഞ്ഞ നന്ദിയും സ്നേഹവന്ദനവും ചൊല്ലുകയാണ്. ആമേൻ. ഈ സന്ധ്യാവേളയിൽ ദൈവം നമുക്ക് നൽകിയ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വിടുതലുകൾക്കും ഒത്തവണ്ണം നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അല്പനിമിഷങ്ങൾ നമുക്ക് വേർതിരിക്കാം. ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് അറിയാവുന്ന ഒരു പഴയ ഗാനമാണ്. നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, നമ്മുടെ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ആമേൻ. പാടാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ. ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വണങ്ങിടുന്നേ. നീയാണൻ ദൈവമേ എൻ പിതാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമം ഈ സന്ധ്യാവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. സംഭവ ബഹുലമായ ഒരു പകലൂടെ നമ്മെ വിട്ട് കടന്നുപോയി. എത്രയോ അപകടങ്ങളും അനർത്ഥങ്ങളും നിറഞ്ഞ ദിനങ്ങൾ. അവിടെയൊക്കെ ദൈവം നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് തുടർന്നുള്ള ചില നിമിഷങ്ങൾ നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിന് ആധാരമായി നമുക്കേറ്റവും പരിചിതമായ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പ്രാർത്ഥനയുടെ മറുപടി സാധ്യമാക്കാം എന്ന ഒരു വിഷയമാണ് ഇന്ന് ഈ സന്ധ്യാവേളയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് പ്രധാന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ രണ്ടു കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും എന്ന് കർത്താവ് ഇവിടെ പറയുന്നു. നോക്കണം, ഇവിടെ കർത്താവ് പറയുന്നത്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. സംശയിക്കാതെ ഈ മലയോട് കടലിൽ ചാടുവീൻ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്നാണ് കർത്താവ് ഇവിടെ നമ്മോട് പറയുന്നത്. സംശയിക്കരുത്. ഒന്നാമത്തെ നാം ശ്രദ്ധിക്കേണ്ട വസ്തുത സംശയിക്കരുത് എന്നാണ്. സംശയിക്കാതെ നാം പ്രാർത്ഥിക്കണം. അതിനോട് ചേർത്ത് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാണ്. സ്തോത്രം. സംശയിക്കാതെ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥനയിൽ മുന്നേറണം എന്ന് കർത്താവ് ഇവിടെ നമ്മോട് പറയുകയാണ്.
ഈ ഭാഗം എൻ്റെ ചിന്തയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയ ഒരു വ്യക്തി അബ്രഹാമാണ്. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ, അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും, സ്തോത്രം, തൻ്റെ ശരീരം കെട്ടുപോയതും, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അബ്രഹാമിനെ നമുക്ക് നോക്കാം. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരബ്രഹാമിനെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എല്ലാവരും, ചുറ്റുപാടുകൾ എല്ലാവരും പറഞ്ഞു, അബ്രഹാമേ, നീ ഇനിയും ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കരുത്. കാരണം സ്തോത്രം, ഒരു പുത്രോത്പാദനത്തിനുള്ള ശക്തി നിന്നിൽ ഇനിയില്ല. സ്തോത്രം. സാറയെ നോക്കൂ, ഈ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നതല്ല. അത് സാധ്യമല്ല, അതൊരിക്കലും നടക്കില്ല എന്ന് ലോകവും ചുറ്റുപാടുകളും അബ്രഹാമിനോട് പറയുകയാണ്. അബ്രഹാം തന്റെ ശരീരത്തിലേക്ക് നോക്കി, ഇല്ല, ഇവിടെ ഒരു മാറ്റത്തിന് സാധ്യതയില്ല. സാറയുടെ ശരീരത്തിലേക്ക് നോക്കി, ഇവിടെ ഒരു മാറ്റത്തിന് സാധ്യമല്ല. എല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോഴും അവൻ മുകളിലേക്ക് നോക്കി, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വിശ്വസിക്കുകയാണ്, ഇന്നലകളിൽ വിളിച്ചിറക്കിയ ദൈവം, ഇന്നലകളിൽ നടത്തിയ ദൈവം, സ്തോത്രം, ഇതുവരെ കൊണ്ടുവന്ന ദൈവം, ഇതുവരെ അത്ഭുതകരമായി എന്നെ നടത്തിയ ദൈവം, ആ ദൈവത്തിന് പോഷ്ക്ക് പറയാൻ കഴിയില്ല. സ്തോത്രം. സംഭവിക്കും, അത് സംഭവിക്കും. എന്റെ ശരീരത്തിൽ മാറ്റം സംഭവിക്കും. എന്റെ ഭാര്യയുടെ ശരീരത്തിൽ മാറ്റം സംഭവിക്കുമെന്ന് ഓരോ ദിവസവും അബ്രഹാം വിശ്വസിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് എല്ലാ ദിവസവും അബ്രഹാം ദൈവത്തിന് സ്തോത്രം പറയും. കർത്താവേ, മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു, മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നു എന്നു പറഞ്ഞ് അബ്രഹാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് ഒന്നും അനുകൂലമായി കാണുന്നില്ലെങ്കിലും, ചുറ്റുപാടുകളിലോ കുടുംബത്തിലോ സാമ്പത്തിക മണ്ഡലത്തിലോ എവിടെയും ഒരു മാറ്റം കാണാൻ കഴിയുന്നില്ലെങ്കിലും, വിളിച്ചിറക്കിയ വാഗ്ദത്തം തന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി സ്തോത്രം പറയാൻ കഴിയണം. ഇന്നലകളിൽ നടത്തിയ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നോക്കി സ്തോത്രം പറയാൻ പറ്റണം. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവം ഇന്നും വിശ്വസ്തനാണ്, ഇന്നും വിശ്വസ്തനാണ്. അവിശ്വാസത്തിന്റെ വാക്കുകൾ മാറ്റിവെച്ച് സ്തോത്രം, വിശ്വാസത്താൽ നാം ദൈവത്തിന് സ്തോത്രം പറയാൻ തുടങ്ങുമ്പോൾ മാറ്റങ്ങൾ പ്രകടമാകും, മാറ്റങ്ങൾ ആരംഭിക്കും, ചലനങ്ങൾ ആരംഭിക്കും. സ്തോത്രം. ഒരു ദൈവ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സംശയിക്കാതെ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും എന്ന് കർത്താവ് പറയുകയാണ്. സ്തോത്രം. രണ്ടാമത്തെ കാര്യമാണ് കർത്താവ് നാം ഇവിടെ വായിച്ചത്. ആമേൻ. നമുക്ക് ദൈവം മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകളെ ഓർക്കുവാൻ കഴിയണം. സ്തോത്രം. പലരോടും ക്ഷമിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ കഴിയാതെ നമുക്ക് ദൈവം മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നതാണ്, ദൈവം മുമ്പിൽ നിൽക്കുന്നതാണ്. സ്തോത്രം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുടെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, മറ്റുള്ളവരെ സ്തോത്രം, അവരോട് ക്ഷമിക്കാൻ കഴിയാത്ത ഹൃദയവുമായി നമുക്ക് ദൈവം മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. മറ്റുള്ളവരോടുള്ള വിരോധവുമായി നമുക്ക് ദൈവം മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. സ്തോത്രം. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി ദൈവത്തിൽ നിന്ന് ലഭിക്കുക സാധ്യമല്ല. സ്തോത്രം. അതുകൊണ്ട്
ആമേൻ, ക്ഷമയോടെ, ദീർഘക്ഷമയോടെ പലതും നാം കേട്ടിട്ടുണ്ട്, പലതും നാം അനുഭവിച്ചിട്ടുണ്ട്. അവയെല്ലാം പോട്ടെന്ന് വെച്ച് സ്തോത്രം, അതെല്ലാം സാരമില്ലെന്ന് കരുതി സ്തോത്രം, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ച് വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞ് ദൈവം മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൽ യഥാർത്ഥ ഉപവാസത്തെ കുറിച്ച് പറയുമ്പോഴും സ്തോത്ര പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്ക് എന്താണ് ഇഷ്ടമുള്ള നോമ്പ്, ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം എന്താണ്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പോൾ സ്തോത്രം, മറ്റുള്ളവരോട് ക്ഷമിക്കാതെ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന യാതൊന്നുമായി ദൈവം മുമ്പിൽ നമുക്ക് നിൽക്കുവാൻ കഴിയില്ല. സ്തോത്രം. അങ്ങനെ ഉപേക്ഷിച്ച് ദൈവം മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്. ഈ കാര്യങ്ങൾ കർത്താവ് പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് നമുക്ക് അനുഗ്രഹമാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്. എന്താണ് പശ്ചാത്തലം? സ്തോത്രം. യേശുവിന്റെ അന്ത്യ ദിവസങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മിക്കവാറും എല്ലാ സുവിശേഷകന്മാരും അത് വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഈ അന്ത്യ ദിനങ്ങൾ യേശു പ്രധാനമായും ബേഥാന്യ കേന്ദ്രീകരിച്ചാണ് തന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. നോക്കണേ, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബേത്ഫാഗയിലും ബേഥാന്യയിലും എത്തിയപ്പോൾ അവിടെ നിന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. യേശുവിന്റെ യെരൂശലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഒരു കഴുതയെ നിങ്ങൾ കാണും, അതിനെ കെട്ടഴിച്ചുകൊണ്ട് വരുവീൻ. അങ്ങനെ ആ കഴുതയുടെ പുറത്ത് കയറി യേശു യെരൂശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞ വാക്കുകളുടെ നിവർത്തിയാണത്. ഇസ്രായേലിനുള്ള അടയാളമാണത്. വചനം പഠിക്കുന്ന ശാസ്ത്രിമാർക്കുള്ള അടയാളമാണത്. സ്തോത്രം. പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യേശു യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നു. സ്തോത്രം. അതിനുശേഷം 11-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ദേവാലയമെല്ലാം ചുറ്റി നടന്ന് നോക്കിയ ശേഷം വൈകുന്നേരമായപ്പോൾ താൻ 12 ബേഥാനിയിലേക്ക് മടങ്ങിപ്പോന്നു. സ്തോത്രം. അന്നത്തെ സന്ധ്യയിൽ വൈകുന്നേരത്ത് ബേഥാനിയിലേക്ക് യേശു മടങ്ങി വരികയാണ്. പിറ്റേ ദിവസം അതിരാവിലെ യേശുവും ശിഷ്യന്മാരും തിരിച്ച് ദേവാലയത്തിലേക്ക് പോകുന്നു. ബേഥാനി ഒരു 5-5.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ നിന്ന് ഒരു രാജകീയ പാതയിലൂടെ യേശുവും തന്റെ ശിഷ്യന്മാരും ബേഥാനിയിലേക്ക് പോകുമ്പോൾ അവന് നന്നേ വിശന്നു. മാർത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കർത്താവ് കാത്തു നിന്നില്ല. കാരണം തന്നെ കാത്തു നിൽക്കുന്ന അനേക ആയിരങ്ങൾ ദേവാലയ പരിസരങ്ങളിലുണ്ട് എന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് അതിരാവിലെ തന്റെ ശിഷ്യന്മാരുമായിട്ട് നടന്ന് ദേവാലയത്തിലേക്ക് യേശു പോവുകയാണ്. എന്നാൽ അങ്ങനെ പോകുമ്പോൾ കർത്താവിന് വിശന്നു. സ്തോത്രം. ആ കർത്താവ് ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് അതിനരികെ ചെന്നു. നോക്കിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. സ്തോത്രം. അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. സ്തോത്രം. അത്തിപ്പഴത്തിന്റെ കാലമല്ലാതിരുന്നിട്ടും അത്തിയിലേക്ക് നോക്കിയത് യേശുവിന്റെ തെറ്റാണ് എന്ന് സ്തോത്രം ഒരുപക്ഷെ നമുക്ക് ഒരു ചിന്ത വന്നേക്കാം. ഹല്ലേലൂയ. പേടിക്കണ്ട കേട്ടോ. സ്തോത്രം. അത്തിപ്പഴത്തിന്റെ കാലമല്ലെന്ന് നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. കർത്താവ് നോക്കിയത് അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് നോക്കിയ
എന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഒരു പഴത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല വിളവുള്ള ഫലം കർത്താവ് അതിനകത്ത് പ്രതീക്ഷിച്ചിരിക്കാം. എന്തെങ്കിലും ഒരു ഫലം, സ്തോത്രം, ഗുണകരമായ എന്തെങ്കിലും ഒന്ന് കർത്താവ് അതിൽ പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും കണ്ടില്ല, ഇലയല്ലാതെ ഒന്നും കണ്ടില്ല എന്നാണ് നാം വായിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഉടനെ കർത്താവ് ആ അത്തിയെ ശപിക്കുകയാണ്. ഇന്നേക്കും ആരും ഇനിയും നിന്നിൽ ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത്തിയെ ശപിച്ചിട്ട് കർത്താവ് അവിടെ നിന്ന് കടന്നുപോയി. വീണ്ടും ദേവാലയത്തിലെത്തി. ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. അടുത്ത ഭാഗം നാം വായിക്കുന്നത് 19-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ, സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോകും. നഗരം വിട്ടുപോകുന്നു. സ്തോത്രം. അടുത്ത ദിവസം രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. സ്തോത്രം. എന്നിട്ട് പത്രോസിന് ഓർമ്മ വന്നു, തലേ ദിവസം കർത്താവ് ഈ അത്തിയെ ശപിച്ച കാര്യം, നിന്നിൽ ആരും ഇനിയും ഫലം തിന്നാതിരിക്കട്ടെ എന്നു പറഞ്ഞ കാര്യം പത്രോസിന് ഓർമ്മ വന്നു. പത്രോസ് യേശുവിനോട് പറയുകയാണ്, ഗുരു, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പത്രോസ് യേശുവിനോട് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പത്രോസിന് ന്യായമായ ഒരു സംശയമുണ്ട്. ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു? സ്തോത്രം. ഇത്ര പെട്ടെന്ന് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ഒരു സംശയം. കർത്താവേ, ഇന്നലെ രാവിലെ നീ ശപിച്ച അത്തി ഇന്നു രാവിലെ വേരോടെ ഉണങ്ങിപ്പോയതെന്താണ്? സ്തോത്രം. നോക്കുക സഹോദരങ്ങളെ, അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് വേരോടെ ഉണങ്ങിപ്പോയത്? സ്തോത്രം. ശാപത്തിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ വാക്കുകളുടെ ആഴമൊന്നുമല്ല കർത്താവ് അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് കർത്താവ് ഇതിനെ പ്രാർത്ഥനയുമായിട്ടങ്ങ് ബന്ധപ്പെടുത്തുകയായിരുന്നു. അത്തി ഉണങ്ങിപ്പോയതിന്റെ ശാസ്ത്രീയ കാര്യങ്ങളല്ല കർത്താവ് പറഞ്ഞത്, മറിച്ച് അത് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പ്രാർത്ഥനയുമായി അത് കർത്താവ് കണക്ട് ചെയ്ത് നമുക്ക് തരികയാണ്. സ്തോത്രം. നാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, സംശയത്തോടെ പ്രാർത്ഥിച്ചാൽ, ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അത്ഭുതപ്പെടുമാറ് മറുപടി ഉണ്ടാകും എന്ന കർത്താവ് പറഞ്ഞത്. സ്തോത്രം. ഇത്ര പെട്ടെന്നോ എന്ന് അത്ഭുതപ്പെടുന്ന മറുപടി നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉണ്ടാകുമെന്ന് കർത്താവ് പറയുകയാണ്. സ്തോത്രം. നോക്കുക സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ മറുപടിയുടെ താക്കോൽ നമ്മുടെ കയ്യിലാ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, യെശയ്യാവ് വന്ന ഒരു മരണദൂതാണ് ഹിസ്കിയാവിന് കൈമാറിയത്. സ്തോത്രം. പക്ഷേ ആ യെശയ്യാവ് നടുമുറ്റം വിട്ടുപോകുന്നതിന് മുമ്പ് സ്തോത്രം തിരിച്ച്, ആമേൻ, ഹിസ്കിയാവേ, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ നീട്ടി തന്നിരിക്കുന്നു എന്ന് ദൂത് തിരുത്തി പറയാൻ, സ്തോത്രം, ഹല്ലേലൂയ, യെശയ്യാവിനോട് ദൈവം പറഞ്ഞതിന്റെ കാരണം ഹിസ്കിയാവിന്റെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. അതെ, പെട്ടെന്ന് മറുപടിയുണ്ട്. പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് മറുപടിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ന്യായവിധിയുടെ ദൂതാണ് നിനവെ പട്ടണത്തിൽ യോന പ്രവാചകൻ പ്രസംഗിച്ചത്. എന്നാൽ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ആ ജനം ആ മറുപടി, സ്തോത്രം, തിരികെ പ്രാപിച്ചു. ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ മറുപടി ആ ജനം പ്രാപിച്ചെടുക്കുവാനിടയായിത്തീരുന്നു. സ്തോത്രം. നോക്കുക, നാളുകളായി സ്തോത്ര വിഷമിച്ചും കരഞ്ഞും ചിലവിടുന്ന സമയങ്ങൾ സ്തോത്ര പ്രാർത്ഥനാ മുറിയിലേക്ക് ഒന്ന് കയറാമെങ്കിൽ, വ്യവസ്ഥയോടെ പ്രാർത്ഥിക്കാമെങ്കിൽ പെട്ടെന്ന് മറുപടിയുണ്ട് എന്ന് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. പത്രോസ് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഈ അത്തി വേരോടെ ഉണങ്ങിപ്പോയല്ലോ. സഹോദരങ്ങളെ, നമ്മളൊക്കെ വീടിന്റെ മുറ്റത്ത് ചെടി നടാറുണ്ട്. കൊച്ചു ചട്ടിയിൽ കൊച്ചു ചെടികൾ. സ്തോത്രം. ചിലത് വെള്ളം ധാരാളം വലിച്ചിരിക്കുന്ന ചെടികളാണ്. എത്ര വലിയ ചെടിയായിരുന്നാലും ഒരു ദിവസം വെള്ളം ഒഴിക്കാതിരുന്നാൽ ആ ചെടിക്ക് വാട്ടം തട്ടും.
സ്തോത്രം. അത് ചെടിയാ, പക്ഷെ ഇത് ഒരു വൻ വൃക്ഷമാണ്. സ്തോത്രം. തലയെടുപ്പോടെ, ഇലത്തളിർപ്പോടെ, തഴക്കത്തോടെ വളർന്ന് പന്തലിച്ച ഒരു വൻ വൃക്ഷം. സ്തോത്രം. എത്രയോ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളെ ഈ വൃക്ഷം നേരിട്ടിരിക്കുന്നു. എത്രയോ വേനലുകളെ ഈ വൃക്ഷം അതിജീവിച്ചിരിക്കുന്നു. ഒരു ദിവസം വെള്ളമില്ലാതെ വന്നാലൊന്നും ഈ വൃക്ഷത്തിന് ഒരു കുലുക്കവും സംഭവിക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ യേശുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ആ വൃക്ഷം, അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഒരു തത്വം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ. മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം മണ്ണിന്റെ മഹത്വമല്ല, വിണ്ണിന്റെ കൃപയാണെന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. മണ്ണിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും ഭൗമികമായ സാഹചര്യങ്ങൾ, അനുകൂല ഘടകങ്ങൾ ധാരാളം എനിക്കുണ്ടെങ്കിലും സ്തോത്രം, ഉയരത്തിലെ കൃപയാണ് എന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമെന്ന് വിശ്വസിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ലോകത്തിന് തിരിച്ചറിയാൻ കഴിയാതെ പോയ സത്യം അതാണ്. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്നത് എൻ്റെ മിടുക്കുകൊണ്ടാണ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ പണത്തിലാണ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ കുടുംബശ്രേഷ്ഠതയിലാണ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ സംഘടനയുടെ ബലത്തിനാണ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ രാഷ്ട്രീയത്തിന്റെ ബലത്തിനാണ്, എൻ്റെ പിടിപാടുകളിലൂടെയൊക്കെയാണ് എന്ന് ചിന്തിക്കുന്ന ലോകത്തിനു മുമ്പിൽ സ്തോത്രം, ഒരു ദൈവ പൈതലിന് പറയാൻ പറ്റും, ഞാൻ നിൽക്കുന്നത് അതിലൊന്നുമല്ല. സ്തോത്രം. ഉയരത്തിലെ കൃപയിലാണ്, ദൈവത്തിന്റെ കൃപയിലാണ് ഞാൻ നിൽക്കുന്നത്. അതല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. സ്തോത്രം. ഒരു പഴയ പാട്ടിന്റെ ഒരു ലൈൻ ഇപ്രകാരമാണ്, ഞാൻ നിൽക്കുന്നത് ഈ പാറമേൽ, ഞാൻ നിൽക്കുന്നത് ഈ പാറമേൽ. ലോകത്തിന് ഇന്ന് വരെ മനസ്സിലാക്കാൻ കഴിയാത്തത് അതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവ പൈതലേ, നമ്മുടെ അടിസ്ഥാനം ലോകത്തിലെ എന്തെങ്കിലുമല്ല, മറിച്ച് ഉയരത്തിലെ കൃപയാണ്. ഉയരത്തിലെ കൃപ. ആമേൻ. ചിലപ്പോൾ കർത്താവ് മുഖമൊന്നും മറച്ചു എന്ന് നമുക്ക് തോന്നാം. സങ്കീർത്തനക്കാരൻ 30-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, നീ നിന്റെ മുഖം മറച്ചു. കർത്താവേ, ഞാൻ ഭ്രമിച്ചുപോയി. ഹല്ലേലൂയ. സ്തോത്രം. സകലത്തിന്റെയും അടിസ്ഥാനം ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. എപ്പോൾ ദൈവകൃപ എന്നെ വിട്ടുമാറുമോ അവിടെ ഞാൻ തകരും, അവിടെ ഞാൻ തളരും, അവിടെ ഞാൻ ഉണങ്ങും, അവിടെ ഞാൻ വാടും. സ്തോത്രം. എന്ന് തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. സ്തോത്രം. ഈ ലോകത്തിന്റെ തുടക്കം എങ്ങനെയാണ്? ആമേൻ. ലോകത്തിന്റെ തുടക്കത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ആമേൻ. പ്രധാനമായി അവർ പറയുന്നത് ഒരു പൊട്ടിത്തെറിയിലൂടെ ലോകമുണ്ടായി എന്നാണ്. പൊട്ടിത്തെറിയിലൂടെ ലോകമുണ്ടായി. സ്തോത്രം. അങ്ങനെ ധാരാളം ചിന്തകൾ ലോകത്തിന് മുമ്പിൽ അവർ വെക്കുകയാണ്. അതിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സ്തോത്രം. നൂറ്റാണ്ടുകളായി ആ വാക്യത്തിന് ഒരു മാറ്റവുമില്ലാതെ അസന്നിഗ്ധമായി അത് പ്രഖ്യാപിക്കുകയാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സ്തോത്രം. തുടർന്ന് താഴോട്ട് നാം വായിക്കുമ്പോൾ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. വെളിച്ചം ഉണ്ടാകട്ടെ. സ്തോത്രം. ഭൂമിയെ പുനഃസ്ഥാപിക്കുവാൻ ആദ്യമായി ദൈവം കൽപ്പിക്കുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്നാണ്. വെളിച്ചമുണ്ടാകട്ടെ. സ്തോത്രം. ഭൂമി ചലിക്കാൻ തുടങ്ങിയത്, ഭൂമിയുടെ മലിനാവസ്ഥ മാറിയത്, ഭൂമിയുടെ ശൂന്യത മാറിയത് ആ വെളിച്ചത്തോടു കൂടിയാണ്. എന്നാൽ ആ സ്തോത്ര ഭൂമിയിൽ വെളിച്ചം നൽകാൻ ദൈവം ചില ഗോളങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവം സൃഷ്ടിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. അത് പിന്നീടാണ്.
അത് പിന്നീടാണ്. ആ വെളിച്ചത്തെ കുറിച്ചല്ല, വെളിച്ചം നൽകുന്ന സൂര്യനെ കുറിച്ച് ചന്ദ്രനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, അങ്ങനെ വെളിച്ചമുണ്ടായി എന്നാണ് നാം വായിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് അടിസ്ഥാനപരമായ വെളിച്ചം, ഇതാണ് ദൈവിക വെളിച്ചം. ലോകത്തെ ജീവനിലേക്ക് കൊണ്ടുവന്നത് ഈ ദൈവിക വെളിച്ചമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ സൂര്യൻ ഒരു പക്ഷെ ഇരുണ്ടുപോയെന്ന് വന്നേക്കാം, ചന്ദ്രൻ രക്തം പോലെ ആയി എന്ന് വന്നേക്കാം. പക്ഷേ യെശയ്യാ പ്രവാചകൻ പറയുന്നു, നിനക്ക് പകൽ വെളിച്ചം തരുന്നത് ഇനി സൂര്യനല്ല, രാത്രി പ്രകാശം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിന്റെ വെളിച്ചമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. ലോകത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമായ വെളിച്ചം ദൈവത്തിൽ നിന്നാണ് വന്നത്. ലോകത്തിന് അതറിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവർ വെളിച്ചത്തിന്റെ അടിസ്ഥാന ഘടകം സൂര്യനാണ്, ചന്ദ്രനാണെന്നൊക്കെ പറയും. എന്നാൽ ദൈവീകമാണ് പ്രകാശം എന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. ഇനി ഭൂമിയിൽ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് എന്താ വിശുദ്ധ ബൈബിൾ പറയുന്നത്? 2-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം നാം വായിക്കുന്നത്, പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. പൊടിയിൽ നിന്ന്. അങ്ങനെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ഒരു രൂപം ദൈവം സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിക്കൊടുത്തു എന്നാ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പൊടിയിൽ ദൈവത്തിൽ നിന്നു വന്ന ജീവശ്വാസം, ആത്മാവാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് ജീവനുള്ള ദേഹിയായി മാറിയത്. ഈ വെറും മണ്ണ് മാത്രമല്ല മനുഷ്യൻ. സ്തോത്രം. ഈ മണ്ണിനകത്ത് നമ്മെ ചലിപ്പിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുന്ന ദൈവിക ശക്തിയുണ്ട്, ആത്മാവുണ്ട്. അതാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവികമായ കൃപയിലാണ് നാം ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, വിശ്വസിക്കുവാൻ കഴിയണം. ഇനിയും മറ്റൊരു ചിന്ത കൂടെ ഇതിനോടൊന്ന് ചേർത്ത് വെച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ ഈ മണ്ണ് നമ്മളെ അങ്ങ് വല്ലാതെ പേടിപ്പിക്കും. സോദരം, എടാ മോനെ, നീ നിൽക്കുന്നത് എന്നിലാണ്, ഞാനില്ലെങ്കിൽ നീയില്ല എന്ന് മണ്ണിടയ്ക്കിടയ്ക്ക് നമ്മളോട് പറഞ്ഞ് നമ്മെ പേടിപ്പിക്കും. സ്തോത്രം. ഞാനൊന്ന് ഇളകി മാറിയാലുണ്ടല്ലോ നീ തവിട് പൊടിയാ. സ്തോത്രം. എന്റെ കൈയൊന്ന് പിൻവലിച്ചാലുണ്ടല്ലോ നീ ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. എത്രയോ ഭീഷണികളെ, എത്രയോ ഭയപ്പെടുത്തലുകളെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നേരിട്ടിട്ടുണ്ടല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ചുറ്റുപാടുകൾ, ലോകം, സ്തോത്ര, ബന്ധങ്ങൾ, സംഘടനകളൊക്കെ നമ്മെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനില്ലെങ്കിൽ പിന്നെ നീ ഇല്ല കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്? 46-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ഞാൻ ഇപ്രകാരം അത് വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്ത തുണ. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. മണ്ണെത്ര ഇളകിയാലും, മണ്ണെത്ര കുലുങ്ങിയാലും, വിണ്ണിൽ ഇളക്കം സംഭവിക്കാത്തിടത്തോളം, വിണ്ണുമായുള്ള ബന്ധം, സ്തോത്രം, ഇളകാത്തിടത്തോളം കാലം മണ്ണിനെ പേടിപ്പിക്കാൻ കഴിയില്ലെന്ന്, മണ്ണിനെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഒരു ഭക്തന് ധൈര്യമായി വിളിച്ചു പറയാൻ പറ്റും. സ്തോത്രം. 46-ാം സങ്കീർത്തനത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. ചൂടമാന ഹത്തുരാധരാധര, ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. അടുത്ത വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു.
ഹല്ലേലൂയ. ഭയപ്പെടേണ്ട കേട്ടോ, പേടിക്കേണ്ട കേട്ടോ. സ്തോത്രം. ദൈവം നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. ഈ മണ്ണെത്ര ഭയപ്പെടുത്തിയാലും വിണ്ണ് നമ്മുടെ കൈ പിടിക്കാനുണ്ടെങ്കിൽ യാതൊന്നിനാലും നാം ഭയപ്പെടേണ്ടതില്ല, ഭാരപ്പെടേണ്ടതില്ല. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. സ്തോത്രം. അപ്പോൾ ഈ വിണ്ണുമായുള്ള ബന്ധം നിലനിർത്താൻ നാം ശ്രമിക്കണം. സ്തോത്രം. വിണ്ണുമായുള്ള ബന്ധം നിലനിർത്തണം. സ്തോത്രം. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ഭാഗം ഇയ്യോബാണ്. ഇയ്യോബ് എന്ന ദൈവ മനുഷ്യൻ. അദ്ദേഹം തൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിരുന്നുകളൊക്കെ നടത്തി, ആഘോഷങ്ങളൊക്കെ നടത്തി, വിരുന്നുകൾ വട്ടം തികയുമ്പോൾ അദ്ദേഹം അവരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് വേണ്ടി യാഗം നടത്തി ദൈവത്തോട് പ്രാർത്ഥന കഴിക്കും. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവീക ബന്ധം നഷ്ടപ്പെട്ടു പോയി കാണുമോ എന്നുള്ള ആശങ്കയിൽ ആ പിതാവ് ചെയ്യുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവീക ബന്ധം ഉറപ്പാക്കണം. ആമേൻ. നമ്മുടെ കുടുംബത്തിൽ ദൈവിക ബന്ധമുണ്ടെന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിലാണ് നിൽക്കുന്നതെന്ന്, ആമേൻ, സ്തോത്രം, ഉറപ്പാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതിന് ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. സ്തോത്രം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം ഉപവസിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവർക്ക് ആത്മീയ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള സാവകാശങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. സ്തോത്രം. എന്നും കഴിച്ചും കുടിച്ചും അങ്ങനെ മുൻപോട്ട് പോയാൽ പറ്റില്ല. കുടുംബമായി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തണം. തലമുറകളോട് പറയണം, ഈ നിലകളിൽ വരെ എത്തിയത് ആമേ സ്തോത്രം നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ആമേ ദൈവത്തിന്റെ കൃപയാണെന്ന് പറഞ്ഞ് ദൈവകൃപയിൽ അവരെ ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ തലമുറകളും അത് തുടരും. സ്തോത്രം. അത് അടുത്ത തലമുറയിലേക്ക് പങ്കുവെക്കും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിൽക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നില്ലേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കൃപയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ ആമേൻ, നമ്മുടെ തലമുറകൾ ദൈവകൃപയിൽ നിൽക്കുന്നു എന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. സ്തോത്രം. ആ ബന്ധം നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിലേക്ക് കൂടെ വരാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. സ്തോത്രം. ദൈവം ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ മന്ന കൊടുത്തതിനെ കുറിച്ചാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മന്ന കൊടുത്തതിനെ കുറിച്ച്. സ്തോത്രം. വിതയില്ലാത്ത സ്ഥലത്ത്, ഒരു വിത്ത് പോലും പാകാൻ കഴിയാത്ത സ്ഥലത്ത്, മഴയില്ലാത്ത സ്ഥലത്ത്, ജലസേചന മാർഗങ്ങളില്ലാത്ത സ്ഥലത്ത്, ആമേൻ, ഈ ജനത്തിനു മുഴുവൻ ആഹാരം കൊടുത്ത ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. 2 കൈയും കെട്ടിയിരുന്നുകൊണ്ട് എങ്ങനെ തിന്നാൻ പറ്റൂടാ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വഴി കൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്തോത്രം. വിതയ്ക്കാത്ത സ്ഥലത്ത്, വിതറാത്ത സ്ഥലത്ത്, ആമേ കൃഷി പണികൾ നടക്കാത്ത സ്ഥലത്ത് 40 വർഷം തൻ്റെ ജനത്തിന് ദൈവം ആഹാരം കൊടുത്തു എന്നാണ് വായിക്കുന്ന. ആഹാരം കൊടുത്തു. വിശ്വസിക്ക്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം എന്താ നൂലെ കെട്ടിത്തരുമോ?
ദൈവം എന്താ നൂലെ കെട്ടിത്തരുമോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിനൊരു നൂലിന്റെ പോലും സപ്പോർട്ട് വേണ്ട കേട്ടോ. ദൈവത്തിനൊരു നൂലിന്റെ പോലും സപ്പോർട്ട് വേണ്ട. അത്ഭുതകരമായി തന്റെ ജനത്തെ നടത്താൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. വേഗം ഒരു ഭാഗം കൂടെ പറഞ്ഞ് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ അഹരോനും മോശയ്ക്കുമെതിരെയുള്ള ജനത്തിന്റെ പിറുപിറുപ്പുകളെ ദൈവം പരിഹരിക്കുന്ന ഒരു മാർഗം നമുക്കവിടെ കാണാൻ പറ്റും. സ്തോത്രം. ആ മാർഗം, അഹരോന് ഓരോ ഗോത്രക്കാരും ഓരോ വടി വെട്ടിക്കൊണ്ടുവരാൻ കർത്താവ് പറയുകയാണ്. ഓരോ വടി വെട്ടിക്കൊണ്ടുവരണം, അത് മോശയുടെ കയ്യിൽ ഏൽപ്പിക്കണം. അങ്ങനെ ഓരോ ഗോത്രവും അവരുടെ തലവന്മാരുടെ പേരെഴുതി ഓരോ വടി വെട്ടിക്കൊണ്ടുവന്ന മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചു. സ്തോത്രം. മോശ അത് നോക്കി വളരെ ഭംഗിയായി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്ന വടി. ഓരോ ഗോത്രങ്ങളുടെയും തലവന്മാരുടെ പേര് അതിൽ എഴുതിയിട്ടുണ്ട്. ലേവ്യ ഗോത്രത്തിന്റെ തലവനായ അഹരോന്റെ പേരും ലേവ്യ ഗോത്രത്തിന്റെ വടിയിൽ എഴുതിയിട്ടുണ്ട്. അത് ദൈവസന്നിധി കൊണ്ടുവച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തു നോക്കുമ്പോൾ അഹരോന്റെ പേരെഴുതിയ വടി പൂത്തു തളിർത്ത് ബദാം ഫലം കായ്ച്ചിരിക്കുന്നതായി കാണുകയാണ്. നമുക്കറിയാം ഇതെങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നാം, നമുക്ക് സംശയം തോന്നാം. ഹല്ലേലൂയ. ഒരു കമ്പ് തളിർക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നടക്കണം. ഒന്ന്, അത് വൃക്ഷത്തോട് ചേർന്നിരിക്കണം, അല്ലെങ്കിൽ അത് മണ്ണുമായി ബന്ധമുണ്ടായിരിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ അതിന് തളിർക്കാൻ കഴിയുകയുള്ളൂ, എങ്കിൽ മാത്രമേ അതിന് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്താണ് അത്ഭുതകരമായി, സ്തോത്രം, മണ്ണിന്റെ മണം പോലുമില്ലാതെ ഈ വൃക്ഷത്തിന്റെ കൊമ്പ് തളിർത്തു പൂത്ത് ബദാം ഫലം കായ്ക്കുന്നത്. സ്തോത്രം. ചിലതൊക്കെ സംഭവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളൊക്കെ വേണമെന്ന് നമ്മൾ ശഠിക്കുന്നവരാണ്. സ്തോത്രം. നമുക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മിൽ നിന്നൊരിക്കലും ഒരു ഫലമുണ്ടാവില്ലെന്ന് ചിന്തിക്കുന്ന ആളുകളുമാണ്. സ്തോത്രം. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് പഠിക്കാൻ ബുദ്ധി ഉണ്ടായിരുന്നില്ല. സ്തോത്രം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് കഴിവ് തന്നു, ബുദ്ധി തന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ കഴിയും. പഠിക്കാൻ എനിക്ക് അറിയുമായിരുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പരീക്ഷയ്ക്ക് പോയി എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോഴൊക്കെ നമ്മൾ അതിനെ നിഷേധിച്ചിട്ടുണ്ട്, അല്ലേ? സ്തോത്രം. പഠിക്കാതെ എങ്ങനെ ജയിക്കാൻ പറ്റും, പ്രാർത്ഥിച്ചാൽ മാത്രം ജയിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോ ചിലതൊക്കെ നടക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അത്യാവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണ്. ഈ കൊമ്പ് പൂത്ത് തളിർക്കണമെങ്കിൽ തീർച്ചയായും മണ്ണുമായി ഒരു ബന്ധം വേണം, അല്ലെങ്കിൽ അതിന്റെ വൃക്ഷവുമായി അത് ബന്ധപ്പെട്ടിരിക്കണം എന്ന് നാം കരുതുന്നവരാണ്. സ്തോത്രം, ഹല്ലേലൂയ, അല്ലേ? കുടുംബം നല്ലതാണെങ്കിൽ സ്തോത്രം, നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവും. സാമ്പത്തികമായ ചില ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ സ്തോത്രം, അതിനനുസരിച്ച് നമുക്ക് മുന്നേറാനായിട്ട് കഴിയും. സ്തോത്രം, ആമേൻ. നല്ല ഒരു സ്തോത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നല്ല നിലയിൽ പഠിച്ച് ഉയരാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള ധാരണകൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് സ്തോത്രം, ഒരടിസ്ഥാന ഘടകവുമില്ലാതെ ദൈവത്തിന്റെ ശക്തിയാൽ ഈ കൊമ്പിനെ ദൈവം തളിർപ്പിക്കുന്നത്, ഈ കൊമ്പിനെ ദൈവം പുഷ്പിപ്പിക്കുന്നത്, ഈ കൊമ്പിനെ ദൈവം ഫലമുള്ളതാക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഈ സന്ധ്യാവേളയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പിൻപിൽ ഒരു കാര്യവും ഇല്ലെങ്കിലും, പിൻപിൽ ഒരു അടിസ്ഥാന ഘടകവും ഇല്ലെങ്കിലും, പിൻപിൽ താങ്ങാൻ ആരുമില്ലെങ്കിലും, കുടുംബമില്ലെങ്കിലും, പശ്ചാത്തലങ്ങളില്ലെങ്കിലും, ദൈവത്തിൽ മുറുകെ പിടിക്ക്. നിന്നെ ഒരത്ഭുതമാക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. മുകളിലെ കൃപ മാത്രം
മാത്രം മതി. സ്തോത്രം, ഹല്ലേലൂയ. ആമേ, സ്തോത്ര. കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും, ആമേ, സ്തോത്ര, വിദ്യാഭ്യാസത്തിന്റെ പിന്തുണയില്ലെങ്കിലും, പാരമ്പര്യത്തിന്റെ പിന്തുണകളില്ലെങ്കിലും അതൊന്നും സാരമില്ലെന്ന്, അതൊന്നും ആവശ്യമില്ലെന്ന്, ഉയരത്തിലെ കൃപയുണ്ടെങ്കിൽ നിന്നെ ഒരത്ഭുതമാക്കാൻ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയും? സ്തോത്ര, പുറകിലേക്ക് നോക്കി കർത്താവേ അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നാരുകൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറുള്ളവരാണ്. ദൈവം മതി കുഞ്ഞേ, ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ ഒരത്ഭുതമായി മാറും. വിക്കനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഈ അമേ കാട്ടിൽ കിടന്ന ഇടയനെ ദൈവം രാജ്യസ്ഥാനത്ത് കൊണ്ടുവന്നെങ്കിൽ നമ്മെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ദൈവം ഉപയോഗിച്ച അമേ അപ്പോസ്തലന്മാർ പലരും മുക്കുവന്മാരായിരുന്നു. എന്ത് യോഗ്യതയാ അവർക്ക് പറയാനുണ്ടായിരുന്നത്? എന്ത് ബാക്ക്ഗ്രൗണ്ടാ അവർക്ക് പറയാനുണ്ടായിരുന്നത്? എന്ത് അടിസ്ഥാന സൗകര്യങ്ങളാ അവർക്ക് പറയാനുണ്ടായിരുന്നത്? സ്തോത്രം, ഒന്നും വേണ്ട കേട്ടോ, കൃപ മതി, കൃപ മതി. സ്തോത്രം, ഇന്ന് രാത്രി അതൊന്ന് ഏറ്റു പറയാൻ പറ്റുമോ? കൃപ മതി നാഥ, കൃപ മതി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം, ഞാൻ നിൽക്കുന്നത് ഈ പാറമേൽ. സ്തോത്രം, ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്ക്, ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ ഇളകി മാറിയാലും, എന്തൊക്കെ ഇല്ലാതെ വന്നാലും, കൃപയുണ്ടെങ്കിൽ അത് മതി, കൃപയുണ്ടെങ്കിൽ അത് മതി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ദൈവത്തിന് വചനം കേട്ട എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, പലതുമില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭവപ്പെടാതെ, സ്തോത്രം, ഹല്ലേലൂയ, ചിലതൊക്കെ ഇളകി മാറുന്നത് കണ്ട് ക്ഷീണിച്ചു പോകാതെ കൃപയിൽ ആശ്രയിക്ക്, കൃപയിൽ ശരണപ്പെട്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക്, ദൈവം മാനിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ മറുപടിയുണ്ട്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. അങ്ങയുടെ നാമത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ ഈ സന്ധ്യയിൽ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഈ റോസ് ഫാമിലി ഫേസ്ബുക്കിലൂടെ ദൈവത്തിന് വചനം കേട്ട എല്ലാ പ്രിയ മക്കളെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ചിലരോടൊക്കെ കർത്താവ് ഹൃദ്യമായി സംസാരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരെയും മാനിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആത്മീക ശുശ്രൂഷ തുടർന്നും മുന്നേറണം, അത് അനേകർക്ക് അനുഗ്രഹമാകണം. അടുത്ത ദിവസങ്ങളിലും ദൈവത്തിന് വചനം സംസാരിപ്പാൻ ദൈവഭൃത്യന്മാരെ കർത്താവ് ബലപ്പെടുത്തണം. സ്തോത്രം, സ്വർഗം ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്കർപ്പിക്കുന്നു, യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെ സഹായിക്കട്ടെ. ഈ അവസരം നൽകിയ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.